മഴ വരുമ്പോൾ സാധാരണ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അലർട്ടുകളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. ഇതിൽ റെഡ് അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച്, യെല്ലോ എന്നിങ്ങനെയുള്ള അലർട്ടൊക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ യെല്ലോ അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മുൻകരുതലും അതീവ ജാഗ്രതയും വേണമെന്ന് അറിയിക്കുകയാണ് കേരള സർക്കാർ. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ നിലവിൽ പുറപ്പെടുവിക്കുന്ന യെല്ലോ അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മുൻകരുതലും അതീവ ജാഗ്രതയും വേണമെന്ന് അറിയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്നും കേരള സർക്കാർ അറിയിക്കുകയാണ്. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും കേരള തീരം വരെ ന്യൂനമർദ്ദ പാതയും രൂപപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുമാത്രമല്ല, കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട്. മലയോര മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് തന്നെ അറിയിക്കുകയാണ്. അതേസമയം നമുക്കറിയാം 4 നിറങ്ങളിലുള്ള അലർട്ടുകളാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. അതിൽ തന്നെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്, ഗ്രീൻ അലർട്ട് എന്നിങ്ങനെയുള്ള അലർട്ടുകളുണ്ട്. അതായത് മഴ പെയ്യാനുള്ള സാധ്യത, പ്രവചനത്തിലെ മഴയുടെ അളവ്, തീക്ഷ്ണത, പ്രവചനത്തിലെ മഴ സാധ്യതാ സ്ഥലങ്ങളെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് പിന്നാലെയാണ് അലർട്ടുകൾ നൽകുന്നത്. അതായത് പ്രവചിക്കുന്ന മഴയ്ക്കനുസരിച്ച് ദുരന്ത തയ്യാറെടുപ്പ് നടപടികൾ തീരുമാനിക്കാനാണ് വിവിധ അലർട്ടുകൾ പുറപ്പെടുവിക്കുന്നതും. ദുരന്ത നിവാരണ അതോറിറ്റി ഈ അറിയിപ്പുകൾ ചുരുക്കി ചിത്രവും പട്ടികയുമായി പൊതുജനങ്ങൾക്ക് നൽകാറുമുണ്ട്. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗരേഖയിൽ അലർട്ടുകളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ചുവപ്പൊഴികെയുള്ള അലർട്ടുകളെ പൊതുവിൽ ഭീതിയോടെ കാണേണ്ടതില്ല എന്നും, എങ്കിലും ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചാൽ കൂടുതൽ ജാഗ്രത വേണമെന്നും പറയാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റെഡ് അലർട്ടാണ്. അതായത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളപ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതായത് റെഡ് അലർട്ടാണ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ കർശന സുരക്ഷാ നടപടികൾ തന്നെ അവിടെ സ്വീകരിക്കേണ്ടതുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. മാറി താമസിക്കാൻ തയ്യാറാകാത്തവരെ ആവശ്യമെങ്കിൽ നിർബന്ധമായി തന്നെ മാറ്റി താമസിപ്പിക്കണം. അതുമാത്രമല്ല, രക്ഷാസേനയെ വിന്യസിക്കുക, ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങി എല്ലാവിധ നടപടിക്രമങ്ങളും റെഡ് അലർട്ട് നൽകിയാൽ പൂർത്തീകരിക്കണം. ഇനി മറ്റൊന്ന് ഓറഞ്ച് അലർട്ടാണ്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളപ്പോഴായിരിക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുക. അതായത് 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഓറഞ്ച് അലർട്ടിലൂടെ അതീവ ജാഗ്രതാ മുന്നറിയിപ്പായിരിക്കും നൽകുക. സുരക്ഷാ തയ്യാറെടുപ്പുകൾ ഇവിടെ തുടങ്ങേണ്ടതുണ്ട്. അതുമാത്രമല്ല, മാറ്റി താമസിപ്പിക്കൽ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കേണ്ടതായ അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണിത്. അപകട സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എമർജൻസി കിറ്റ് ഉൾപ്പെടെ തയ്യാറായി നിൽക്കണം. രക്ഷാസേനകളോട് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടണം. ക്യാമ്പുകൾ തയ്യാറാക്കണം. ഇതാണ് നിലവിലുള്ള ഈ അലർട്ട്. അടുത്തുനിന്ന് യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളപ്പോഴായിരിക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുക. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. യെല്ലോ അലർട്ട് ഉള്ളപ്പോൾ കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഭയപ്പെടേണ്ട സാഹചര്യം അവിടെ ഉണ്ടാകില്ല. അപകട സാധ്യത അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുന്നൊരുക്കം നടത്താം. അതുപോലെ തന്നെ ഗ്രീൻ അലർട്ട് ഉണ്ട്. അതായത് ഗ്രീൻ അലർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇത് തന്നെയാണ് ഗ്രീൻ അലർട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മഴയോടനുബന്ധിച്ചുള്ള അലർട്ടുകൾ ലഭിക്കുമ്പോൾ അതൊക്കെ തന്നെ റെഡ് അല്ലെങ്കിൽ യെല്ലോ അലർട്ടൊക്കെ വരുമ്പോൾ അതീവ ജാഗ്രതയോടെ തന്നെ ഈ അലർട്ടുകളെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.